Welcome to the YouTube channel of Tax Study Vocational Training Center, Judges Avenue, Kalur, Ernakulam. I am authorized training partner of NCVRT, New Delhi. In the video, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, എന്തിനാണ് ഒരു ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തത് എന്ന വിഷയമാണ്. ഏതാനും ചില ചെറിയ ചോദ്യങ്ങളുമായി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ബിസിനസ്സുകാരൻ ബാങ്കുമായി നടത്തുന്ന തൻ്റെ ഇടപാടുകളിൽ ബിസിനസ്സുകാരൻ എവിടെയാണ്? ബാങ്കുമായി നടത്തുന്ന ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ ബാങ്കിലേക്ക് പണം നിക്ഷേപിച്ചത്, ബിസിനസ്സുകാരൻ ബാങ്കിൽ നിന്ന് പല രീതിയിൽ പണം പിൻവലിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. ഉത്തരവിതാണ്, ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിക്കുന്ന തൻ്റെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിലൂടെയാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ബാങ്കിലേക്ക് പണം വിട്ടപ്പോഴൊക്കെ ബിസിനസ്സുകാരൻ തൻ്റെ ക്യാഷ് ബുക്കിന്റെ റെസീപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലിടും. ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചപ്പോഴൊക്കെ തൻ്റെ ക്യാഷ് ബുക്കിലെ പേയ്മെന്റ് സൈഡിലെ ബാങ്ക് കോളത്തിലിടും. ഇപ്പോൾ ക്യാഷ് ബുക്കിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലായി. ബിസിനസ്സുകാരൻ ബാങ്കുമായി നടത്തുന്ന തന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് തന്റെ ക്യാഷ് ബുക്ക്, അതായത് ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളമാണ്. ഇനി ഇതേ ചോദ്യം ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കാം. ബിസിനസ്സുകാരൻ ബാങ്കുമായി നടത്തുന്ന ഈ ഇടപാടുകൾ ബാങ്ക് എവിടെയാണ് രേഖപ്പെടുത്തുക? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബാങ്കിൽ വലിയ കടിച്ച പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങളിലൊക്കെ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ബുക്കിന്റെ പേജുകൾ വിടർത്തി ആ പേജുകളിലാണ് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ഉള്ളത്. അവിടെയാണ് ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് കാലം മാറിയപ്പോൾ ബാങ്കിൽ കമ്പ്യൂട്ടറുകളാണുള്ളത്. കമ്പ്യൂട്ടറുകൾക്കുള്ളിലാണ് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടുകൾ ഉള്ളത്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് കസ്റ്റമറുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരും. അവിടെ കസ്റ്റമറുടെ അഡ്രസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാകും, അദ്ദേഹം നൽകിയിരിക്കുന്ന സ്പെസിമെൻ സിഗ്നേച്ചർ ഉണ്ടാകും. അപ്പോൾ ബിസിനസ്സുകാരൻ ബാങ്കുമായി നടത്തുന്ന ഇടപാടുകൾ ബാങ്ക് രേഖപ്പെടുത്തുന്നത് ബാങ്കിലുള്ള അക്കൗണ്ടിലാണ്. ഇനി ഒരു ബിസിനസ്സുകാരൻ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? ബിസിനസ്സുകാരൻ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് കറന്റ് അക്കൗണ്ടാണ്. എന്തുകൊണ്ട് ഒരു ബിസിനസ്സുകാരൻ SB അക്കൗണ്ട് പോരാ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോരാ? സേവിങ്സ് ബാങ്കിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ മൂലമാണ് ബിസിനസ്സുകാരൻ SB അക്കൗണ്ടിന് പകരം ബാങ്കിൽ കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. എന്തൊക്കെയാണ് SB അക്കൗണ്ടിന്റെ പരിമിതികൾ എന്ന് പറയുന്നത്? ബാങ്കുകൾ ചില കാര്യങ്ങൾ SB അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതായത് ഒരു ദിവസം SB അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാവുന്ന എമൗണ്ടിന് പരിധി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SB അക്കൗണ്ടിലൂടെ ഒരു ദിവസം നടത്താവുന്ന ട്രാൻസാക്ഷനുകളുടെ എണ്ണത്തിന് പരിധി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി സാധാരണഗതിയിൽ ബാങ്കുകൾ SB അക്കൗണ്ടുകൾക്ക് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യങ്ങൾ അനുവദിക്കാറില്ല. SB അക്കൗണ്ടിൽ ബാങ്ക് നിർദ്ദേശിക്കുന്ന വേറൊരു കാര്യമുണ്ട്. SB അക്കൗണ്ടിൽ എപ്പോഴും ഒരു മിനിമം ബാലൻസ് നമ്മൾ സൂക്ഷിക്കണം. ഇതൊക്കെ കൊണ്ട് തന്നെ, ഈ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ബാങ്കുകളിൽ ബിസിനസ്സുകാർ ഓപ്പൺ ചെയ്യുന്നത് കറന്റ് അക്കൗണ്ടാണ്. കറന്റ് അക്കൗണ്ടിൽ മേൽ പറഞ്ഞ യാതൊരു പരിമിതികളുമില്ല. എത്ര തുക വേണമെങ്കിലും പിൻവലിക്കാം, ഒരു ദിവസം എത്ര ട്രാൻസാക്ഷനുകൾ വേണമെങ്കിലും നടത്താം, മിനിമം ബാലൻസിന്റെ ചോദ്യമേ വരുന്നില്ല. കൂടാതെ ഓവർ ഡ്രാഫ്റ്റ് എന്ന സൗകര്യം കൂടി അവിടെ ലഭിക്കുന്നു. ഇനി അടുത്തതായിട്ട്, എന്താണ് ഒരു പാസ്ബുക്ക്? ഒരു ബിസിനസ്സുകാരൻ ബാങ്കുമായി നടത്തുന്ന ഇടപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് ഹോൾഡർക്ക് നൽകുന്ന ഒരു രേഖയാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. പാസ്ബുക്കിനെ കുറിച്ച് പറയുന്നത്, പാസ്ബുക്ക് ഈസ് എ കോപ്പി ഓഫ് അവർ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് എന്നാണ്. ബാങ്കിലെ അക്കൗണ്ടിന്റെ കോപ്പി എന്ന് പറയണമെങ്കിൽ ഈ പാസ്ബുക്കിനകത്ത് ബാങ്കിലുള്ള അക്കൗണ്ടിനകത്തുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും ഈ പാസ്ബുക്കിൽ ഉണ്ടാകണം. പക്ഷെ പലപ്പോഴും അങ്ങനെ ആവുന്നില്ല.
ബാങ്കിലെ അക്കൗണ്ടിനകത്തുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും പാസ്ബുക്കിനകത്ത് ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ പാസ്ബുക്കിനെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ബാങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും നമുക്കൊരു പാസ്ബുക്ക് ലഭിക്കും. SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അങ്ങനെ ഏത് തരം അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും കസ്റ്റമർക്ക് ബാങ്ക് ഒരു പാസ്ബുക്ക് നൽകും. ഇവിടെ കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്കും ഒരു പാസ്ബുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പാസ്ബുക്ക് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിന്റെ ബാങ്കിലുള്ള കറണ്ട് അക്കൗണ്ടിന്റെ കോപ്പി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? ബിസിനസ്സുകാരന്റെ ബാങ്കിലുള്ള കറണ്ട് അക്കൗണ്ടിലെ ട്രാൻസാക്ഷനുകൾ എല്ലാം ഈ പാസ്ബുക്കിൽ ഉണ്ടാവണമെന്നില്ല. നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, കറണ്ട് അക്കൗണ്ടിലൂടെ നിരന്തരം അനവധിയായ ട്രാൻസാക്ഷനുകളാണ് നടന്നു പോകുന്നത്. അതിൽ ചിലതെങ്കിലും ഈ അക്കൗണ്ട് ഹോൾഡർ അറിയാതെ തന്നെ നടക്കുന്നുണ്ട്. അക്കൗണ്ടിലേക്ക് പണം തൻ്റെ കസ്റ്റമേഴ്സ് നിക്ഷേപിക്കാറുണ്ട്. പലപ്പോഴും താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആവില്ല. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ചുരുക്കം പറഞ്ഞാൽ അതൊരു ഉപയോഗശൂന്യമായ വസ്തുവാണ്. കറണ്ട് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് നോക്കിയിട്ട് ബാങ്കിലൂടെ ഏതൊക്കെ തരം ട്രാൻസാക്ഷനുകൾ നടന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇനി നിങ്ങൾ പാസ്ബുക്ക് കണ്ടിട്ടുണ്ട്. പാസ്ബുക്കിന് അതിൻ്റെ വലതുവശത്ത് 3 എമൗണ്ട് കോളങ്ങളുണ്ട്. ആ പാസ്ബുക്കിന്റെ 3 എമൗണ്ട് കോളങ്ങൾ പോലെ തന്നെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിൽ. ഇപ്പോൾ പാസ്ബുക്ക് ഉപയോഗശൂന്യമായ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ബാങ്കുമായി നടത്തിയ ഇടപാടുകളെ കുറിച്ച് ബിസിനസ്സുകാരൻ എങ്ങനെയാണ് അറിയുക? അതിനുവേണ്ടി ബിസിനസ്സുകാരൻ ഇടയ്ക്കിടയ്ക്ക്, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലാകാം, 15 ദിവസം കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴാകാം, ബിസിനസ്സുകാരൻ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടുവരും. ഈ സ്റ്റേറ്റ്മെന്റിന്റെയും വലതുവശത്ത് 3 എമൗണ്ട് കോളങ്ങളുണ്ട്. പാസ്ബുക്കിലേതുപോലെ തന്നെ 3 എമൗണ്ട് കോളങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 എമൗണ്ട് കോളങ്ങൾ? ആദ്യത്തേത് വിത്ഡ്രോവൽ കോളം, രണ്ടാമത്തേത് ഡെപ്പോസിറ്റ് കോളം, മൂന്നാമത്തേത് ബാലൻസ് കോളം. നമുക്കറിയാം ക്യാഷ് ബുക്കിന്റെ 2 വശങ്ങളെക്കുറിച്ച്. ക്യാഷ് ബുക്കിന്റെ ഇടതുവശം റെസീറ്റ് സൈഡാണ്, വലതുവശം പേയ്മെന്റ് സൈഡാണ്. ഇത്തരത്തില് ബിസിനസ്സുകാരന് ബാങ്കിലൂടെ നടത്തിയ ഇടപാടുകളെ കുറിച്ച് അറിയാൻ ബിസിനസ്സുകാരൻ ഉപയോഗിക്കുന്നത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബിസിനസ്സുകാരൻ എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്യുക? അദ്ദേഹം തന്റെ സ്ഥാപനത്തിൽ താൻ എഴുതി സൂക്ഷിച്ചിട്ടുള്ള തന്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളങ്ങളുമായി ഒത്തുനോക്കും. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്ന ബാലൻസ് എത്രയാണ്, തന്റെ ക്യാഷ് ബുക്ക് പ്രകാരം കാണിക്കുന്ന ബാലൻസ് എത്രയാണ്, ഇത് രണ്ടുമാണ് ഒത്തുനോക്കുക. ഇത് രണ്ടും ഒത്തുനോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ബാങ്കിലുണ്ടെന്ന് പറയുന്ന എമൗണ്ട് അല്ല തന്റെ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്കിലുണ്ടെന്ന് കാണിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഈ വ്യത്യാസം ചെറിയ തുകയോ വലിയ തുകയോ ആവട്ടെ, നമുക്കത് തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ട് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് കൃത്യമായി പരിശോധിച്ച് ആ വ്യത്യാസങ്ങൾ തിരുത്തേണ്ടതുണ്ട്, ആ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് താൻ എഴുതി സൂക്ഷിക്കുന്ന ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളങ്ങളും തമ്മിൽ എല്ലാ ട്രാൻസാക്ഷനുകളും ഒന്ന് ഒത്തുനോക്കും. അങ്ങനെ ഒത്തുനോക്കി വ്യത്യാസമുണ്ടായ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ആ വ്യത്യാസമുണ്ടായ കാരണങ്ങൾ ഓരോന്നായി രേഖപ്പെടുത്തി നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തയ്യാറാക്കുമ്പോൾ അത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യമായി നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളാലാണ് സാധാരണഗതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമതായി വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ബാങ്ക് ചാർജുകൾ. എന്താണ് ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ? ബിസിനസ്സുകാരന് വേണ്ടി ബാങ്ക്
ചെയ്തിരിക്കുന്ന സേവനങ്ങൾക്ക് ബാങ്ക് ഈടാക്കിയിരിക്കുന്ന എമൗണ്ട് അത് എപ്പോഴും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് ഉണ്ടാവുക. കാരണം അത് രേഖപ്പെടുത്തുന്നത് ബാങ്കാണ്, ബാങ്കിലുള്ള അക്കൗണ്ടിലാണ്. അതുകൊണ്ട് ആ ബാങ്ക് ചാർജ് എന്ന് പറയുന്ന ആ എമൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കും. ബാങ്ക് ചാർജ് വരുമ്പോൾ ബാങ്കിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് സ്വാഭാവികമായിട്ടും കുറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുറവ് ബാങ്ക് ചാർജ് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതാത്തത് കൊണ്ട് ക്യാഷ് ബുക്കിൽ ഉണ്ടായിട്ടില്ല. വ്യത്യാസം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. അടുത്തത് വ്യത്യാസം ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കാര്യം ഇൻട്രസ്റ്റ് ഡെബിറ്റുകളും ഇൻട്രസ്റ്റ് ക്രെഡിറ്റുകളുമാണ്. എന്താണ് ഇൻട്രസ്റ്റ് ഡെബിറ്റ് എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അക്കൗണ്ടിന് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യമുണ്ടെന്ന്. അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പിൻവലിക്കാനുള്ള ഒരു സൗകര്യം ബാങ്ക് കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. അങ്ങനെ ചിലപ്പോഴെങ്കിലും ഈ കറണ്ട് അക്കൗണ്ട് ഓവർഡ്രോ ആയിട്ടുണ്ടെങ്കിൽ ആ ഓവർഡ്രോ ആയ എമൗണ്ടിന് ബാങ്ക് പലിശ ഈടാക്കും. കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് തുക പിൻവലിക്കും. അപ്പോൾ സ്വാഭാവികമായും കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് കുറയും. ആ ഒരു കുറവ് നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി മറ്റൊന്ന് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ മിച്ചമുണ്ടാകും. അങ്ങനെ മിച്ചമുണ്ടാകുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ അനുവദിച്ചു തരും. അതിനെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ കാണുന്നത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിലാണ്, ക്യാഷ് ബുക്കിൽ ഉണ്ടാവില്ല. ഇനി മറ്റൊന്ന് പേയ്മെന്റ്സ് ആസ് പെർ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറയും. എന്താണത്? ഒരു ബിസിനസ്സുകാരൻ്റെ പലവിധ പേയ്മെന്റുകൾ. ഉദാഹരണത്തിന് ബിസിനസ്സുകാരൻ നിരന്തരമായി അടച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഇൻഷുറൻസ് പ്രീമിയം, എല്ലാ വർഷവും അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം, തൻ്റെ വീടിൻ്റെ വാഹനത്തിൻ്റെ EMI, വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ്, വാട്ടർ ചാർജ്, ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരൻ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന പേയ്മെന്റുകൾ അത് ബാങ്കിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. അപ്പോൾ ബാങ്ക് അവിടെ ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യുകയാണ്. ബാങ്കിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണത്. കസ്റ്റമേഴ്സിന്റെ ഏജന്റായിട്ട് ചിലപ്പോഴെങ്കിലും ആക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്താൻ ബാങ്കിനെ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് പറയുന്ന പേര് ഏജൻസി സർവീസസ് എന്നാണ്. അതിനും ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിൽ നിന്നും ചാർജ് ഈടാക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ വന്നിരിക്കുന്ന ചാർജുകൾ നമ്മൾ കാണുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലാണ്. ഇനി മറ്റൊന്ന്, ഒരു ബിസിനസ്സുകാരന് തൻ്റെ പല കസ്റ്റമേഴ്സുടെ കയ്യിൽ നിന്നും പണം കിട്ടാനുണ്ടാകും. ഈ കിട്ടാനുള്ള പണം തൻ്റെ കസ്റ്റമേഴ്സ് തൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഏതൊക്കെ കസ്റ്റമേഴ്സ് എത്രയൊക്കെ തുകകൾ തൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്ന കാര്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഈ അക്കൗണ്ട് ഹോൾഡർ അറിയുന്നത്. വേറൊരെണ്ണം ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് പറയും. നമുക്കറിയാം, ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്ന ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും. ഈ ഡെബിറ്റ് കാർഡുകളുടെയും ക്രെഡിറ്റ് കാർഡുകളുടെയും ഉപയോഗം ധാരാളമായി നടക്കുന്ന സമയമാണ്. അത്തരത്തിൽ വരുന്ന പേയ്മെന്റുകൾ നേരിട്ട് അക്കൗണ്ടിൽ നിന്നുമാണ് പോകുക. അങ്ങനെ എത്രയൊക്കെ എമൗണ്ടുകൾ എന്നൊക്കെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെട്ടു എന്ന് നമ്മളിന്ന് കാണുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴാണ്. അവസാനമായി ചെക്കുകൾ മടങ്ങിയ കാര്യം. നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ചെക്കുകൾ ചിലപ്പോഴെങ്കിലും മടങ്ങാൻ സാധ്യതയുണ്ട്, ഡിസോർഡർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെക്കുകൾ മടങ്ങിയാൽ, ചെക്കുകൾ ഡിസോർഡർ ആയാൽ അക്കാര്യവും നമ്മൾ കാണുന്നത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ മാത്രം കാണുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസും സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടാക്കുന്ന വേറെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? ഒന്ന്, ബിസിനസ്സുകാരൻ തൻ്റെ സപ്ലയേഴ്സിന് തനിക്ക് ഉൽപ്പന്നങ്ങൾ കടമായി നൽകിയിരിക്കുന്നവർക്ക് അതിൻ്റെ കൊടുക്കാനുള്ള തുക ചെക്കായി നൽകിയിട്ടുണ്ടാകാം. നമ്മളതിനെ പറയും ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറയും. ഇങ്ങനെ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തൻ്റെ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെന്റ് സൈഡിൽ ആ തുക എഴുതിയിട്ടുണ്ടാകും.
പക്ഷേ ചെക്ക് കിട്ടിയ ആള് ആ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്ത് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബാലൻസും അതുപോലെ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഇനി മറ്റൊന്ന്, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തൻ്റെ കയ്യിൽ പലരുടെ കയ്യിൽ നിന്നും ചെക്കുകൾ വന്നു ചേർന്നിട്ടുണ്ടാകും. ആ ചെക്കുകൾ കയ്യിൽ സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല, അത് പണമായി മാറും. അതിനുവേണ്ടി അത് ബാങ്കിൽ നിക്ഷേപിക്കണം. ഇങ്ങനെ തനിക്ക് കിട്ടിയ ചെക്കുകൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് ആ ചെക്കുകളുടെ എമൗണ്ട് തൻ്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലെ റെസീപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്തും. അതിനുശേഷമാണ് ചെക്കുകളെ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. പക്ഷേ ബാങ്ക് ഉടൻ തന്നെ അത് രേഖപ്പെടുത്തില്ല. ചെക്കിൻ്റെ എമൗണ്ട് അക്കൗണ്ടിൽ വരവെക്കില്ല. ആ ചെക്കിൻ്റെ എമൗണ്ട് അതാത് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത ശേഷം മാത്രമേ ബാങ്ക് കസ്റ്റമറുടെ അക്കൗണ്ടിൽ വരവെക്കൂ. അപ്പോൾ ഈ ദിവസങ്ങളോളം, ഇത്രയും ദിവസങ്ങളോളം ഈ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബാലൻസും സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസം നിലനിൽക്കും. ഒരു കാര്യം കൂടി പറയാം. ചിലപ്പോഴെങ്കിലും നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ക്യാഷ് അത് നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ വരണമെന്നില്ല. നമ്മൾ കൗണ്ടറിൽ ക്യാഷ് നിക്ഷേപിച്ച് ഉടൻ തന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അപ്പോൾ നിക്ഷേപിച്ച ക്യാഷ് നമ്മൾ അപ്പോൾ എടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകണമെന്നില്ല. ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ പറയും അൺക്രെഡിറ്റഡ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ബാങ്കിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടാക്കുന്ന കാരണം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ എൻ്റെ കൈവശം എൻ്റെ ക്യാഷ് ബുക്കുണ്ട്, ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രണ്ടും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്യാൻ പോവാണ്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ഇടത് വശത്ത് ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളങ്ങൾ കാണാം. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളങ്ങൾ. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ 3 എമൗണ്ട് കോളങ്ങൾ കാണാം. വിഡ്രോവൽ കോളം, ഡെപ്പോസിറ്റ് കോളം, ബാലൻസ് കോളം. ഈ രണ്ടും തമ്മിലാണ്, ഈ ക്യാഷ് ബുക്കും ഈ സ്റ്റേറ്റ്മെന്റും തമ്മിലാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ടാക്കിയ കാരണങ്ങൾ കണ്ടുപിടിക്കാനായി നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് ക്യാഷ് ബുക്ക് കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ബുക്ക് കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസ് അല്ല, ഓപ്പണിംഗ് ബാലൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ ബാങ്ക് തന്നെ ആ മാർച്ച് 1-ാം തീയതി ആ വ്യത്യാസം ഉണ്ടായ ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വ്യത്യാസം ബാങ്ക് തന്നെ അത് കറക്റ്റ് ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് നേരെയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാഷ് ബുക്കിന്റെ റെസീപ്റ്റ് സൈഡിലെ എമൗണ്ട് കോളങ്ങളും എമൗണ്ടുകളും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഡെപ്പോസിറ്റ് കോളത്തിലെ എമൗണ്ടുകളും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡിലെ എമൗണ്ടുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ വിഡ്രോവൽ കോളത്തിലെ എമൗണ്ടുകളും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ എമൗണ്ടുകൾ ഒരേ തീയതിയിൽ വരുമ്പോൾ നമ്മൾ അവ ടിക്ക് ചെയ്യും. ഒരു എമൗണ്ട് രണ്ടിടത്തുമുണ്ടെങ്കിൽ നമ്മളത് ടിക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു എമൗണ്ട് ഒന്നുകിൽ ക്യാഷ് ബുക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മളത് സർക്കിൾ ചെയ്യും, വൃത്തത്തിലിടും. ഇതേപോലെ തന്നെ ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡിലെ എമൗണ്ടുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ വിഡ്രോവൽ കോളത്തിലെ എമൗണ്ടുകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഒരേ എമൗണ്ട് ക്യാഷ് ബുക്കിലുള്ള എമൗണ്ട് സ്റ്റേറ്റ്മെന്റിലുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു എമൗണ്ട് ഒന്നുകിൽ ക്യാഷ് ബുക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളത് വൃത്തത്തിലിടും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ക്യാഷ് ബുക്കിൽ ചില എമൗണ്ടുകൾ വൃത്തത്തിനകത്തുണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റിന് അകത്ത് ചില എമൗണ്ടുകളും വൃത്തത്തിലുണ്ട്.
ഈ വൃത്തത്തിൽ കിടക്കുന്ന എമൗണ്ടുകളാണ് നമ്മുടെ ബാങ്ക് ബാലൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാക്കിയത്. ബാങ്ക് ബാലൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകാൻ കാരണമായ ട്രാൻസാക്ഷനുകളാണ് ആ വൃത്തത്തിൽ കിടക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക് യു.